ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് രാവിലെ ഞാനൊരു കത്തിയും പിടിച്ചിട്ട് നമ്മുടെ ഗാർഡനിൽ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ രാവിലെ സമയത്ത് ഞാൻ ചെടിയുടെ വല്ല എന്തെങ്കിലും അഴുക്കായി പോയ ഭാഗം വല്ലതും കണ്ടിച്ച് കളയാനുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ രാവിലെയാണ് ഇതിൻ്റെയൊക്കെ ജോലി ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ആ ചട്ടിയിലൊരു കപ്പലണ്ടിയുടെ തൈ നട്ടു വെച്ചിട്ടുണ്ട്. പരീക്ഷണാർത്ഥം നട്ടു വെച്ചത് കിളിക്കോ ഇല്ലയൊന്നും അറിയത്തില്ല. പിന്നെ ഇതൊരു ഹൈഡ്രാഞ്ചിയാണ്. ഞാൻ ഇങ്ങനെ തന്നെ മേടിച്ച് കഴിഞ്ഞ വെള്ളിയാഴ്ച മേടിച്ചതാണ്. പരുമലപ്പള്ളിയിലോട്ട് പോകുന്ന വഴിക്ക് ഒരു ചെടിക്കടയുണ്ട്. എനിക്കൊന്നും അത്യാവശ്യം കുഴപ്പമില്ലാത്ത റേറ്റ്, ഒത്തിരി വലിയ റേറ്റൊന്നും ഇല്ലാത്ത നോർമൽ റേറ്റിൽ നമുക്ക് ചെടികളൊക്കെ കിട്ടും. അത്യാവശ്യം കുറച്ച് കുഴപ്പമില്ലാത്ത കളക്ഷനും ഉണ്ട്. പിന്നെ ഇതൊരു ക്രീപ്പർ പ്ലാന്റ് ആണ്. പിന്നെ നമ്മുടെ റോസ അവിടെ ഇങ്ങനെ അതിൻ്റെ പൂ കഴിഞ്ഞതാണ്. അപ്പോൾ ഞാൻ ആ കമ്പെല്ലാം അങ്ങ് ഇച്ചിരി താത്ത് തന്നെ കണ്ടിച്ചു കൊടുത്തു. എന്നിട്ട് ഞാനത് എവിടെയെങ്കിലും കൊണ്ട് നട്ട് വെക്കുക. എനിക്ക് ഇങ്ങനെ കളയുന്ന എനിക്ക് തീരെ താല്പര്യമില്ലാത്ത കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് ഈ റോസ വീടിൻ്റെ 4 വശത്തും ഇങ്ങനെ വളർന്നു നിൽപ്പുണ്ട്. പിന്നെ നമ്മുടെ നമ്മുടെ മീൻകുളത്തിന് അടുത്ത് നിൽക്കുന്നത് റംബുട്ടാനാണ്. അപ്പം റംബുട്ടാൻ്റെ ഇലയും കായും എല്ലാം മീൻകുളത്തിലോട്ട് വീഴും. അതുപോലെ തന്നെ തവളകളൊക്കെ ഇടയ്ക്കിടയ്ക്ക് ചാടാറുണ്ട്. അപ്പോൾ ഇപ്പം നമ്മുടെ മീൻകുളത്തിൽ ഗോൾഡ് ഫിഷും പിന്നെ കോഴിക്കാർപ്പും ബ്ലാക്ക് മോളിയും ഗപ്പി എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടേക്കുവാണേ. അപ്പോൾ ജോനെ കുഞ്ഞിയെ പിടിച്ചിട്ട് വന്ന് കതക് തുറന്ന് നമ്മൾ വെള്ളോട്ടിറങ്ങിയ കുഞ്ഞ് അപ്പം ഇറങ്ങി ഓടുവേ. അപ്പോൾ അവളുടെ പുറകെ ഓടി നടന്ന് പിടിക്കുകയാണ് നമ്മളുടെ മെയിൻ പരിപാടി. ഇപ്പം ഇവളെ വെള്ളോട്ടിറക്കി വിടാൻ പറ്റത്തില്ല. പിന്നെ കുഞ്ഞിയുടെ കൂടെ കുറച്ച് നേരം അങ്ങനെ നിന്നു. ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ മരുന്ന് എൻ്റെ കുഞ്ഞിയും പിന്നെ ഈ ചെടികളൊക്കെയാണ്. നമ്മൾ ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്ത് നമ്മൾ എന്താ പറയുന്നത്, ഒരു സന്തോഷം, ഒരു ഹാപ്പിനെസ്. ഇത് ഞാൻ അടുത്തിടെ വാങ്ങിച്ച ചെമന്തച്ചെടിയാണ്. നിറച്ച് പൂത്തിരിപ്പുണ്ട്. ഞാനിതിലൊന്നും ചെയ്തിട്ടില്ല. കൊണ്ടുവന്ന് അതുപോലെ തന്നെ ആ ഗ്രോ ബാഗിലോട്ട് ഞാൻ നട്ട് വെക്കുമായിരുന്നു ചെയ്ത്. നല്ല രീതിയിൽ വളർന്നിരിപ്പുണ്ട്. പിന്നെ എൻ്റെ റോസാ ചെടികൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെ വളർന്നു വരുന്നുണ്ട്. എല്ലാത്തിലും ചിലതിലൊക്കെ പൂ വരുന്നുണ്ട്, പുതിയ തളിർപ്പുകൾ വരുന്നുണ്ട്. പിന്നെ എൻ്റെ കയ്യിൽ രണ്ട് കളറാണോന്ന് എനിക്കറിയത്തില്ല, പൂ ഇതുവരെ വന്നിട്ടില്ല. അത്യാവശ്യം ഹെൽത്തി ആയിട്ട് ജറബറ നിൽപ്പുണ്ട്. പിന്നെ കുറച്ച് ജമന്തി ചെടികളുണ്ട്. അതൊക്കെ എനിക്ക് തോന്നുന്നു കുഴപ്പമില്ലാത്ത രീതികളിൽ തന്നെ അതൊക്കെ വളർന്നു വരുന്നുണ്ട്. പക്ഷേ ഈ ജമന്തി ചെടി നമുക്കൊരിക്കലും വിശ്വസിച്ച് വെക്കാൻ പറ്റത്തില്ല എന്നുള്ളതാണ്. എനിക്കിതുവരെ കുഴപ്പമില്ല. ഒരു ജമന്തി ചെടി എൻ്റെ പോയി, പക്ഷേ ബാക്കിയെല്ലാം അങ്ങനെ തന്നെ നിൽപ്പുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ടാറ്റാ.